കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ലിസ ജോണിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി PG വിദ്യാർത്ഥിനി. ഗർഭിണിയായിരിക്കെ മോർച്ചറി ടോർച്ചർ നേരിടേണ്ടി വന്നുവെന്നാണ് ആരോപണം. ലിസ ജോണിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടുവെന്ന് ഇന്നലെ മറ്റൊരു വിദ്യാർത്ഥി പരാതി നൽകിയിരുന്നു. ഷിനോ ജസ്റ്റ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജി, ഫോറൻസിക് മേധാവിക്കെതിരെ പരാതികൾ കൂടുകയാണല്ലോ. തീർച്ചയായും ആര്യ, ഇന്നലെ ഇത്തരത്തിൽ 3ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള വിനീത് കുമാർ മാതൃഭൂമി ന്യൂസിലൂടെ ഇത്തരത്തിൽ ആദ്യമായി തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ പറ്റിയൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ലിസ ജോണിനെതിരെ ആരോപണമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത് PG വിദ്യാർത്ഥിനിയായിരുന്ന റാണി ജയസ് ആണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് റാണി തനിക്കുണ്ടായ അനുഭവം ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റിലെ ഒരു അറ്റൻഡർ സ്റ്റാഫിൽ നിന്ന് ഈ സ്ത്രീകളായ PG വിദ്യാർത്ഥികൾക്ക് ലൈംഗിക ചുവയുള്ള അശ്ലീല മെസ്സേജുകൾ വന്നു. ഇതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ അന്നത്തെ HOD ആയിരുന്ന ഇപ്പോൾ HOD ആയിരിക്കുന്ന ലിസ ജോണിന് പരാതിയുമായി എത്തി. എന്നാൽ ഈ പരാതി കേൾക്കുന്ന ആ സമയത്ത് അവർ വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമായിരുന്നില്ല ഈ ലിസ ജോണിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ആർക്കാണ് ഇവിടെ പരാതി ഉള്ളതെന്ന് ചോദിച്ച അവർ ഈ വിദ്യാർത്ഥിനികൾക്ക് നേരെ ആക്രോശിക്കുകയായിരുന്നു എന്നാണ് ഈ ഡോക്ടർ റാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല, അവർ ഈ പഠനകാലത്ത് വളരെയധികം മാനസിക പീഡനം ഈ ഡോക്ടർ ലിസ ജോണിൽ നിന്നുണ്ടായി. പ്രഗ്നൻസി സംബന്ധിച്ച കാലയളവായിരുന്നു അവർക്കുണ്ടായിരുന്ന ആ സമയം എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ അവസ്ഥ ഒരു കാര്യം മാത്രം പരിഗണിച്ചാണ് ആ സമയത്തൊക്കെ അവിടെ പിടിച്ചു നിന്നതെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്തായാലും ആദ്യം ഇന്നലെ വിനീത് കുമാർ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിന് പിന്നാലെ ലിസ ജോണിനെതിരെ കൂടുതൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്.